തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനത്തിൽ തിടുക്കമില്ലെന്ന് PV അൻവർ മീഡിയ വണ്ണിനോട്. ഈ ആഴ്ച പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വൈകുന്നതിൽ ഹൈക്കോടതിയെ സമീപിക്കും. ഈ മാസം 25-നു ശേഷം ഹർജി നൽകുമെന്നും അൻവർ പറഞ്ഞു. ഈ പറയുന്ന പബ്ലിക് ലിറ്റിഗേഷൻ പെറ്റീഷൻ പൊതു താൽപര്യ ഹർജി നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. 25-ന് ശേഷം. പിന്നെ ഇപ്പം വലിയൊരു ചർച്ച എന്നുള്ളത് UDF കോൺഗ്രസിലൊരു നേതൃമാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അൻവറിന്റെ ഒരു നിലപാടെന്താണ്? അല്ല, അതിന് ഞാനെന്ത് നിലപാട് പറയണ്ട, അത് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസല്ലേ പറയാം. നിലവിലെ കോൺഗ്രസ് നേതൃത്വം എങ്ങനെ കാണും? നിലവിലെ നല്ല നേതൃത്വമാണ്, മുമ്പുണ്ടായിരുന്നത് നല്ല നേതൃത്വമാണ്, ഇപ്പോൾ ഉള്ളത് നല്ല നേതൃത്വമാണ്, നാളെ വരാൻ പോകുന്നത് നല്ല നേതൃത്വമാണ്. കോൺഗ്രസ് അങ്ങനെയാണ്. ഈ കോൺഗ്രസ്സിലെ എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് മുതലാക്കിയെടുക്കാമെന്നൊന്നും ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ഉണ്ടാകുമ്പോഴെന്താണ് ഒരു പൊതുവിഷയത്തിൽ കോൺഗ്രസ് ഒന്നായിരിക്കും. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനം, ഔദ്യോഗികമായിട്ടുള്ള UDF പ്രവേശനം അല്ല, വൈകുന്നേരം പറഞ്ഞേ നിങ്ങൾ പറയാം. ഞാൻ തുടക്കം മുതലേ പറഞ്ഞു എനിക്കൊരു തിരക്കില്ലാത്ത ആളാണ്. എനിക്ക് ഇപ്പോഴും തിരക്കില്ല, ഒന്നും വൈകിട്ടില്ല. അത് ഈ ആഴ്ച ഉണ്ടാവും. യൂനുസ് അഹമ്മദ് തിരൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. യൂനുസ്, UDF പ്രവേശനത്തിന് തിടുക്കമില്ല, കാത്തിരിക്കാം, എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് വേണമെന്നാണല്ലേ അൻവർ പറയുന്നത്? സ്നേഹ, അത് തന്നെയാണ് അൻവർ പറയുന്നത്. കാരണം CPM ഉപതെരഞ്ഞെടുപ്പ് തടയാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു, അതിന് BJP സഹായം ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണവും അൻവർ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം അൻവർ പറയുന്നത് ഇതിനെ കോടതിയെ സമീപിക്കുമെന്നാണ്. അത് ഈ മാസം 25-ാം തീയതി 25-ന് ശേഷം കോടതിയെ സമീപിക്കുമെന്നും അൻവർ പറയുന്നു. കാരണം ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമാണ്, അത് നടത്തിയേ തീരൂ എന്ന് അൻവർ പറയുന്നുണ്ട്. അതോടൊപ്പം അൻവർ പറയുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് അൻവർ പറയുന്നത് പ്രതിപക്ഷ നേതാവുമായി ഈ ആഴ്ച തന്നെ കൂടിക്കാഴ്ച നടത്തും, അതിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. അത് TMCയുടെ UDF പ്രവേശനത്തിന് തിടുക്കമില്ല എന്നുള്ള കാര്യം അൻവർ വ്യക്തമാക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് UDF പ്രവേശനം വേണമെന്നുള്ളൊരു കാര്യം അൻവർ വ്യക്തമാക്കുന്നില്ല. അതോടൊപ്പം ഈ കൂടിക്കാഴ്ചയിൽ അൻവർ എത്രയും പെട്ടെന്ന് UDFൽ അംഗമാക്കണം, അല്ലെങ്കിൽ UDFൽ ഉൾപ്പെടുത്തണമെന്നൊരാവശ്യം UDF നേതൃത്വത്തോട്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനോട് ഉന്നയിക്കുമെന്നാണ് അറിയുന്നത്. അതോടൊപ്പം കോൺഗ്രസിലെ ഒരു കാര്യം അൻവർ തൃണമൂൽ കോൺഗ്രസിനുമായിട്ട് തൃണമൂൽ കോൺഗ്രസിനെ UDFൽ എടുക്കേണ്ടതില്ല എന്നുള്ളൊരു ചർച്ച UDFൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട്. അപ്പോൾ ആ കാര്യവും പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തെ അറിയിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം കോൺഗ്രസിന്റെ പുതിയ നേതൃത്വത്തെ അൻവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. പുതിയ നേതൃത്വം മികച്ച നേതൃത്വമാണ്, പഴയ നേതൃത്വത്തെ പോലെ തന്നെ മികച്ച നേതൃത്വമാണെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം അദ്ദേഹം പറയുന്നു ഈ കോൺഗ്രസിലെ ഈ തർക്കങ്ങൾ അത് സാധാരണമാണ്, പൊതുവെയുള്ള ഒരു കാര്യമാണ്, അതിൽ വലിയ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നും അൻവർ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികൾക്കൊക്കെ താല്പര്യം, നിലവിലെ സാഹചര്യത്തിൽ അവരെ ഉൾപ്പെടുത്താൻ UDFൽ കൊണ്ടുവരണമെന്നൊരു താല്പര്യമുണ്ട്. ഇനി കോൺഗ്രസിന്റെ നിലപാടാണ് നിർണായകം. കോൺഗ്രസ് ഈ വിഷയത്തിൽ ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ UDFന്റെ പ്രതിപക്ഷ നേതാവുമായുള്ള ഈ ആഴ്ച ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിൽ അൻവറിന്റെ പ്രതീക്ഷ എന്താണ്? അത്തരത്തിൽ എന്തെങ്കിലും പങ്കുവച്ചിരുന്നോ? യൂനുസ്, ഈ ആഴ്ച പ്രതിപക്ഷ നേതാവുമായി അൻവർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട നിർണായകമായ എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നോ അത്തരത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ അൻവർ പങ്കുവെക്കുന്നുണ്ടോ? സ്നേഹ, അത് തന്നെയാണ് അൻവർ പറയുന്നത്. കാരണം ഈ ആഴ്ചയിലെ ഒരു ചർച്ചയിൽ, പ്രതിപക്ഷ നേതാവുമായുള്ള ചർച്ചയിൽ തീരുമാനമുണ്ടായേക്കുമെന്നൊരു പ്രതീക്ഷയാണ് അൻവർ പങ്കുവെക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് തൃണമൂലിന് ഇപ്പോൾ ഒരു തിടുക്കമില്ല, പക്ഷേ UDFുമായുള്ള ഈ പ്രതിപക്ഷ നേതാവുമായുള്ള ചർച്ചയിൽ പെട്ടെന്ന് തന്നെ വേണമെന്നുള്ള ഒരു ആവശ്യം പ്രതിപക്ഷമായുള്ള ചർച്ചയിൽ ഉന്നയിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഘടകകക്ഷികൾക്കൊക്കെ തൃണമൂൽ കോൺഗ്രസ് UDFൽ വരുന്നതിനോട് വിയോജിപ്പില്ല, താല്പര്യക്കുറവില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഉടൻ തന്നെ UDF പ്രവേശനം സാധ്യമാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് അൻവർ പങ്കുവെക്കുന്നത്. അതോടൊപ്പം ഒരു വെല്ലുവിളിയായിട്ടുള്ളത് കോൺഗ്രസിനെ, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ UDFൽ കൊണ്ടുവരുന്നതിൽ ചില കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യക്കുറവുണ്ട്, അതൃപ്തിയുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു കേരള പാർട്ടിയായിട്ട് UDFൽ വരട്ടെ അൻവർ എന്നുള്ള നിലപാടുള്ള കോൺഗ്രസ് നേതാക്കളുമുണ്ട്. ആ ഒരു കാര്യങ്ങളും പ്രതിപക്ഷ നേതാവ് PV അൻവറിനോട് ഉന്നയിക്കുമെന്നുള്ള കാര്യവും നമ്മൾ അറിയുന്നുണ്ട്. ഏതായാലും അൻവർ പ്രതിപക്ഷ നേതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. സ്നേഹ, അതോടൊപ്പം തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം കോടതിയെ സമീപിക്കുക എന്ന രീതിയിലേക്കാണല്ലോ അൻവർ പോകുന്നത്. നിയമപരമായി എങ്ങനെയൊക്കെ നീങ്ങുമെന്നാണ് അൻവർ സൂചിപ്പിക്കുന്നത്?
അൻവർ പറയുന്നത് കാരണം ഈ ഇലക്ഷൻ കമ്മീഷന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അല്ലെ കത്തയച്ചിരുന്നു തെരഞ്ഞെടുപ്പ് ഉടൻ വേണമെന്ന്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തിന് മറുപടി നൽകിയില്ല. അതുപോലെ തന്നെ സി പി എം ആണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന നിലപാടെടുക്കുന്നത്. അതിന് സഹായമായി BJP രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കുന്നത് എന്നാണ് അൻവർ പറയുന്നത്. ഈ 25-ന് ശേഷം പൊതു താൽപര്യ ഹർജി നൽകുമെന്നാണ് അൻവർ വ്യക്തമാക്കുന്നത്. അത് ഒരു കോടതിയിലേക്ക് കൂടി, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോടതിയിലേക്ക് കൂടി പോകുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം ഒരു അഭിപ്രായം ഉയരുന്നത്, കാരണം 10 മാസമാണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണോ വേണ്ടയോ എന്നൊരു ചർച്ച സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമാണ്. കാരണം അൻവറിന്റെ ശക്തി തെളിയിക്കേണ്ടത് ഒരു കാര്യം അൻവറിനുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിലമ്പൂർ ഇലക്ഷൻ വന്നേ മതിയാകൂ എന്ന നിലപാടിലാണ് അൻവർ ഉള്ളത്. അൻവർ എന്തായാലും കോടതിയിൽ ഇതിനെ നേരിടുമെന്നാണ് വ്യക്തമാക്കുന്നത്.